സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാളെ ഈ ജൂൺ മാസം മുതൽ സ്കൂളിലേക്ക് കുട്ടികൾ ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ക്ഷീണവും വയറുവേദനയും ഒക്കെയാണ്. ഈ വയറുവേദന കുട്ടികൾക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട് എങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോഴും മധുരം കഴിക്കുമ്പോഴും മധുരയിട്ട ചായ കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ വയറുവേദന ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇത്തിരി നല്ല പാൽക്കായം വാങ്ങിക്കുക. ഒരു കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഒരു LKG UKG ഒക്കെ ആണെങ്കിൽ ഒരു ചെറുപയറിൻ്റെ വലിപ്പവും, ഇച്ചിരി മുതിർന്ന കുട്ടിയാണെങ്കിൽ ഒരു വൻപയറിൻ്റെ വലിപ്പത്തിൽ ഒരു എടുത്ത് ഉരുട്ടിയിട്ട് വായിലിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന വയറുവേദനകൾ മാറും. പിന്നെ ക്ഷീണം, നമുക്ക് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ അല്ലാതെ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്യാരറ്റ് ജ്യൂസാക്കി കഴിക്കുക. അതിൻ്റെ തോല് കളയരുത്. നന്നായിട്ട് ഒരു 5 മിനിറ്റ് മുൻപ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം അത് കഴുകി നല്ല വൃത്തിയായിട്ട് 3-4 പ്രാവശ്യം കഴുകി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിൽ മിക്സിയിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് വളരെ ഫലപ്രദമാണ്. പൊടിക്കുഞ്ഞുങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നഴ്സറി, അംഗനവാടി, LKG UKG ഒക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ മെലിഞ്ഞു വരികയാണെങ്കിൽ കഴുത്തിൻ്റെ ഇരുവശവും ഒന്ന് തടവി നോക്കണം. കുരുകുരുന്ന് ചെറിയ ചെറിയ മണികൾ പോലെ മുഴകൾ കണ്ടാൽ അത് ബാലറ്റീവിയുടെ ആരംഭമാണ്, അഥവാ പ്രൈമറി കോംപ്ലക്സ്. അത് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ധാരാളം വരുന്നുണ്ട്. ആ കുട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷണം മെലിഞ്ഞു വരിക, നെഞ്ചും കൂടൊക്കെ പൊന്തി വരിക, എല്ലൊക്കെ തെളിഞ്ഞിരിക്കും, എന്ത് കഴിച്ചാലും ശരിയാവുകയില്ല. ചിലപ്പോൾ സന്ധ്യാസമയങ്ങളിൽ കടുത്ത ചുമയൊക്കെ വരാം. അത് കുഞ്ഞുങ്ങളിലെ ബാലറ്റീവിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കണ്ടറിയണം. മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മളൊരു നല്ല ഡോക്ടറെ കാണിച്ച് ബാലറ്റീവി ടെസ്റ്റ് ചെയ്ത് അതിനാവശ്യമായ മെഡിസിൻ കൊടുക്കേണ്ടി വരും. ഇനി ആയുർവേദത്തിൽ നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഒരു കാര്യമുണ്ട്. നല്ല തവളയെ പിടിച്ച് വറുത്ത് കുരുമുളക് പിടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് കൊടുത്താൽ ബെസ്റ്റാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ആരും ചെയ്യുന്നില്ല, കിട്ടാനുമില്ല. ഇനി കഴിഞ്ഞ ദിവസം ചോദ്യം ഇതാണ്, കുഴിനഖത്തിന് പറ്റിയ ഒരു ഔഷധ ചെടികളെക്കുറിച്ചായിരുന്നു. 2 ചെടികളാണ്, ചെറുനാരകവും മഞ്ഞളും. മഞ്ഞൾ അരച്ച് ചെറുനാരങ്ങയിൽ ചാലിച്ച് ഈ കുഴിനഖത്തിലിട്ടാൽ വേഗം പോകും. ഇന്നത്തെ ചോദ്യം ഇതാണ്, രാക്കണ്ണ് നിശാന്തതയ്ക്ക് പറ്റിയ ഒരു ഔഷധ ചെടി ഏത്? ഉത്തരം നൽകുക. പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങണം. എല്ലാവരുടെയും വീടുകളിൽ ഒരു പുസ്തകം വേണം. നന്ദി, നമസ്കാരം.